നമസ്കാരം. ഏറ്റവും മോഡേൺ സ്റ്റൈലിൽ ഇൻറ്റീരിയർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടംപററി എലിവേഷൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കണ്ണൂർ ജില്ലയിലാണ്, മട്ടന്നൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീടിന്റെ ഡിസൈൻ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കോർട്ട്യാർഡിനും ആംബിയൻസിനൊക്കെ നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാർ പാർക്കിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീടിന്റെ അകത്ത് നിന്ന് ഏത് ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു കോർട്ട്യാർഡ് കാണാൻ പറ്റുന്ന രീതിയിൽ വലിയ വിൻഡോസ് ഒക്കെ നൽകിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണുന്ന മറ്റൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആണ് ഇവിടുത്തെ പാറ്റിയോ സ്പേസ്. ഡൈനിങ് ഹാളിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ തന്നെ എല്ലാ തരത്തിലുള്ള പ്രൈവസികളും ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഈ ഒരു പാറ്റിയോ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എലിവേഷൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഒരു ബോക്സ് ടൈപ്പ് എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ കൃത്യം ബോക്സ് ടൈപ്പിലല്ല, ഫ്രണ്ട് അല്പം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ലാൻഡഡ് ആയിട്ടുള്ള ഷേപ്പിൽ വരുന്ന ഒരു ബോക്സ് ടൈപ്പാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഫിനിഷിലേക്ക് വരുന്ന സമയത്ത് ടെക്സ്ചർ പെയിൻ്റ് ആണ് വീടിൻ്റെ ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. പെയിൻറ് വരുന്ന ഭാഗങ്ങളിലെല്ലാം ടെക്സ്ചർ ഫിനിഷ് കൊടുത്ത് ഭംഗിയാക്കി ആ ഒരു മാറ്റ് ഫിനിഷ് സർഫസോട് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. സിറ്റ് ഔട്ടിൻ്റെ വ്യൂയിലേക്ക് വരികയാണെങ്കിൽ ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ വലിയൊരു ഗംഭീര ഫ്രണ്ട് ഡോറും നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ഡോറിൻ്റെ ഒരു വലുപ്പം നോക്കൂ, വലിയ സൈസിലാണ് ഫ്രണ്ട് ഡോർ നൽകിയിരിക്കുന്നത്. 8 അടി ഹൈറ്റും 5.5 അടി വീതിയുമുള്ള ഒരു ഫ്രണ്ട് ഡോർ നൽകിയിരിക്കുന്നു. അതിൽ ഗ്രൂസ് ആണ് ഡിസൈനായിട്ട് നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ ലോക്കാണ് നൽകിയിരിക്കുന്നത്. ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ടാണ് വീടിനകത്തേക്ക് നമുക്ക് കയറാൻ സാധിക്കുക. ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനത്തെയും അതിൻ്റെ ഡയറക്ടറെയും നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേരും സ്ഥാപനത്തിൻ്റെ പേരൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടും. ഓക്കെ, ഷുവർ. എൻ്റെ പേര് റഫ്ഷാദ് എന്നാണ്. ഫേമിൻ്റെ പേര് വരുന്നത് KCR ഡെവലപ്പേഴ്സ്. കണ്ണൂർ ജില്ലയിൽ തന്നെ? കണ്ണൂർ തന്നെയാണ്. ശരിക്കും നിങ്ങളൊരു ആർക്കിടെക്ചറൽ സർവീസ് ആയിട്ട് വീടിൻ്റെ നിർമ്മാണവും ഇൻറ്റീരിയർ വർക്കൊക്കെ ഏതൊക്കെ ജില്ലയിലുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കൊടുക്കും? ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ എവിടെയും നമുക്ക് അവർക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. നിയർ ബൈ കാലിക്കറ്റ്, അതുപോലെ കാസർഗോഡ്, വയനാട്, അതുപോലെ കർണാടക ഡിസ്ട്രിക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വീരാജ്പേട്ടയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഓഫീസ് ലൊക്കേഷൻ വരുന്ന ഭാഗം എവിടെയാണ്? ഓഫീസ് വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്ട്, കണ്ണൂർ ടൗണിൽ തന്നെയാണ്. കണ്ണൂർ ടൗണിലെ ഓഫീസിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മട്ടന്നൂർ എന്ന് പറഞ്ഞ് കണ്ണൂരിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതെ അതെ അതെ. ഞങ്ങൾക്ക് ഇവിടെ മട്ടന്നൂരും ഒരു ഓഫീസ് ഉണ്ട്. അതെ, ശരി. ഞാൻ ഇവരുടെ പ്രൊജക്റ്റ് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷമാണ് അടുത്തൊരു ക്വസ്റ്റ്യങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ. ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് അയാളുടെ വർക്ക്, വീടിന്റെ പ്ലാനിങ് മുതൽ ഒരു ഫുൾ ഇന്റീരിയർ ലെവൽ വരെ ഈ ഒരു ക്വാളിറ്റിയിലൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കീ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഷുവർ. ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ടേൺ കീ ആയിട്ടാണ് ചെയ്തത്. ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പ്ലാനിങ് മുതൽ കൺസ്ട്രക്ഷൻ, അതുപോലെ ഇന്റീരിയർ A to Z, ഈവൻ ഇവിടുത്തെ ഫൈനൽ പർച്ചേസ് വരെ നമ്മളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾ ഏകദേശം ഈ ഒരു സ്റ്റൈലിലും അല്ലെങ്കിൽ ഈ ഒരു ലെവലിലുമാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലേ? ഇതിനേക്കാളും അപ്പുറമാണ് ഞങ്ങളൊരു അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇതിനേക്കാളും ഒരു മേലോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ, ഈ വീട് മൊത്തമായിട്ട് ആളുകളെ കാണിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം അല്ലേ? ഓക്കെ, ഷുവർ. കയറി വരുന്ന സമയത്ത് തന്നെ ഒരു പാഷ്യോ സ്പേസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് വീടിൻ്റെ ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ്. ഇടതുഭാഗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോർട്ട്യാർഡ് സ്പേസ് നൽകിയിരിക്കുന്നത്. കേർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ വലിയ ഗ്ലാസ് വാളുകളാണ്. നമുക്ക് ആ ഒരു കോർട്ട്യാർഡിലെ പ്ലാന്റും മഴ പെയ്യുന്ന സമയത്ത് അവിടുത്തെ ആംബിയൻസൊക്കെ നമുക്ക് ഈ ഗ്ലാസ്സിലൂടെ പുറത്തോട്ട് നോക്കി കാണാൻ സാധിക്കും. ലിവിങ് സ്പേസിനകത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണിത്. ഡബിൾ ഹൈറ്റ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ വാളിലൊക്കെ നൽകിയിരിക്കുന്ന കേർട്ടൻസ് ആണെങ്കിലും അത്രയും ഹൈറ്റിലാണ് കേർട്ടൻസ് നൽകിയിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഈ ഒരു ലിവിങ് സ്പേസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള ലൈറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിലും സാധാരണ നമ്മൾ കാണുന്ന തരത്തിലുള്ള ലൈറ്റുകളല്ല, അത് ബെൽറ്റ് ടൈപ്പ് ലൈറ്റുകൾ എന്നതിനെ പറയും. ഇതിൻ്റെ കണക്ഷൻസോ വയറുകളോ ഒന്നും കാണാത്ത രീതിയിൽ ഒരു ബെൽറ്റ് ടൈപ്പിലാണ് ഈ ലൈറ്റുകളൊക്കെ വന്നിരിക്കുന്നത്.
ഫർണിച്ചറുകളെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് ഈ റൂമിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടി വി യൂണിറ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും അല്പം ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു സ്റ്റൈൽ കൊണ്ടുവന്നിരിക്കുന്നു. ടെക്സ്ചർ ഫിനിഷ് പാറ്റേൺ ആണ് ഈ ഒരു ബാക്ക് വാളിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഈ ഭാഗത്തൊരു കർവിംഗ് ഒക്കെ നൽകി നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പെയിൻറ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു സ്റ്റെക്കോ ഫിനിഷ് ടെക്സ്ചർ നൽകിയിരിക്കുന്നു. മാർബിൾ സ്റ്റെക്കോ എന്നാണ് ആ ഒരു ടെക്സ്ചർ പെയിൻറ്റിനെ വിളിക്കുക. മാത്രമല്ല വാൾ കളറിനൊക്കെ മനോഹരമായിട്ടുള്ളൊരു പെയിൻറ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഈ വാൾ കളറിൻ്റെ പെയിൻറ് കോഡ് ആവശ്യമുള്ള ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിന് എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ച് ഈ പെയിൻറ് കോഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. റെഡ് ഓക്ക് എന്ന് പറയുന്ന തരത്തിലുള്ള വെനീർ പാനലിംഗ് ആണ് ഇവിടെ വാൾ പാനലിംഗ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം സ്റ്റെയർ കേസിൻ്റെ ഒരു സ്റ്റെയർ ഏരിയ ആണ്. അവിടെ ഇപ്പോൾ കുറച്ചൊരു ഹൈറ്റിലാണ് ഈ ഭാഗം നൽകിയിരിക്കുന്നത്. 2 സ്റ്റെപ്പ് ഹൈറ്റിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ആദ്യത്തെ 2 സ്റ്റെപ്പ് ഇങ്ങനെ റൗണ്ടിൽ ചെയ്ത് വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഇങ്ങനെ ചെയ്തത് അധികം വീടുകളിൽ കണ്ടിട്ടില്ല. വലത് ഭാഗത്ത് ഡൈനിങ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. നേരെ ഇടത് ഭാഗത്ത് കിച്ചണാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ സ്റ്റൈലിൽ അടിപൊളിയായിട്ട് ഒരു അക്രിലിക് കിച്ചൺ അവിടെ ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഫാമിലി ലിവിങ് സ്പേസും നൽകിയിട്ടുണ്ട്. നല്ല രസമുള്ളൊരു വുഡൻ ഫിനിഷാട്ടോ ഈ വീട്ടിൽ പാനലിങ്ങിനൊക്കെ നൽകിയിരിക്കുന്നത്. ഇതേപോലെയുള്ള സൈഡിലെ ഷെൽഫുകളൊക്കെ നൽകിയിരിക്കുന്നതൊക്കെ സെയിം വെനീർ പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ്. റെഡ് ഓക്ക് എന്നാണ് ഇതിൻ്റെ ഒരു കോഡ് നെയിം എന്ന് പറയുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഡൈനിങ് ടേബിൾ സെറ്റ് നോക്കുക. നല്ല ഭംഗിയുള്ളൊരു പ്രീമിയം സ്റ്റൈൽ കളറാണ് ഈ ഒരു ചെയറിനൊക്കെ അപ്പോൾസ്റ്ററി ആയിട്ട് നൽകിയിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷ് കൗണ്ടർ ടോപ്പാണ് ഡൈനിങ് ടേബിളിന് നൽകിയിട്ടുള്ളത്. നല്ല മോഡേൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിളാണിത്. ലൈറ്റിലേക്ക് നോക്കുക നിങ്ങൾ, ഒരു അടിപൊളി ലൈറ്റ് നൽകിയിരിക്കുന്നു. സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്നൊക്കെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ട് KCRൻ്റെ ആർക്കിടെക്ട്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ പെയിൻറ്റുകൾ പല സ്ഥലത്തും നമുക്ക് പല സ്റ്റൈലിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന വാളിലും ടെക്സ്ചർ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഇത് വേറൊരു ടൈപ്പ് ടെക്സ്ചർ ഫിനിഷാണ്. രണ്ടും ടെക്സ്ചർ ഫിനിഷാണ്. ഇത് ഗ്ലോസി, ഇത് മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഈ വാളിൽ കണ്ടിന്യൂസ് ആയിട്ട് സെയിം ടെക്സ്ചർ ഫിനിഷ് ഇങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇതിലൊരു വാൾ പിക്ചർ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് വാളിൻ്റെ അപ്പുറത്ത് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്പേസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞു ഈ വീട്ടിൽ നല്ല ആംബിയൻസ് നൽകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസൈനേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതൊരു പാറ്റിയോ സ്പേസ് ആണ്. സെപ്പറേറ്റ് വേറെ തന്നെ ഒരു ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫേർണിച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ ഔട്ട് സൈഡിലൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ഫേർണിച്ചേഴ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മൊത്തത്തിൽ ഗ്രില്ല് ഇട്ടിട്ടുണ്ട്. ഏത് സമയത്തും വേണമെങ്കിലും ഇവിടെ വന്നിരിക്കാൻ സാധിക്കും. രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ ഈ ഭാഗത്ത് വന്നിരിക്കാം. കുട്ടികൾക്ക് കളിക്കാം, പുസ്തകങ്ങൾ വായിക്കേണ്ടവർക്ക് വായിക്കാം. അങ്ങനെ നല്ലൊരു ഏരിയ. റൂഫ് ഗ്ലാസ് റൂഫ് ചെയ്തിരിക്കുന്നു. വാളുകളെല്ലാം ഗ്രില്ല് ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ. ഒരു ഐലൻഡ് ടേബിളൊക്കെ നൽകിയിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു അക്രിലിക് കിച്ചണാണ് നമ്മൾ കാണുന്നത്. വുഡൻ പ്ലസ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഈ ഒരു അക്രിലിക് ഫിനിഷിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തൊരു മാർബിൾ ഫിനിഷ് നൽകിയിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ആയിട്ട് നൽകിയിരിക്കുന്നത് ടൈലാണ്. ടൈൽ ഉപയോഗിച്ച് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടാണ് ഈ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഒരു കിച്ചൺ ടൂർ തന്നെ ആക്കി നമ്മൾ സെപ്പറേറ്റ് മൈ ബെറ്റർ ഹോമിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കിച്ചൻ്റെയും വർക്ക് ഏരിയൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ ഞാൻ ഐ ബട്ടണിൽ വീഡിയോ പിൻ ചെയ്തേക്കാം. കാണാത്ത ആളുകളൊന്ന് കണ്ടു. ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ആണ് ഈ വീടിൻ്റെ ഫ്ലോറിൽ നിറയെ നൽകിയിരിക്കുന്നത്. സെയിം ടൈപ്പ് ഫിനിഷ് എല്ലാ റൂമിലും നൽകിയത് കൊണ്ട് തന്നെ ആ ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹൗസ് ഓണറും ആർക്കിടെക്റ്റും കൂടെ ബാംഗ്ലൂർ ചെന്നിട്ട് നേരിട്ടാണ് ഈ ഒരു ഇറ്റാലിയൻ മാർബിൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പൊതുവേ നമ്മൾ ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയുകയാണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് സ്പെയിനിൽ നിന്നാണ്. ഇറ്റലിയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് അല്ല ഇത്. സ്പെയിനിൽ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു TV യൂണിറ്റ് പോലെ ഒരു ഡിസൈൻ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. TV ഇവിടെ നൽകിയിട്ടില്ല. ഫ്യൂച്ചറിൽ TV വേണ്ട സമയത്ത് ഇവിടേക്ക് ആഡ് ചെയ്യാനും സാധിക്കും.
ഇനി നമുക്ക് ബെഡ്റൂമുകളൊക്കെ ഒന്ന് കാണാം. നമ്മൾ ഇതുവരെ റൂം സൈസുകളൊന്നും പറഞ്ഞിട്ടില്ല. അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടാണ്. റൂമുകളൊക്കെ ആണെങ്കിൽ വലിയ സൈസ് ബെഡ്റൂമുകളാണ്. 5 മീറ്റർ ആണ് ഇവിടെ ലെങ്ത് വരുന്നത്, 4 മീറ്റർ ആണ് വിഡ്ത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കിങ് സൈസ് ബെഡ് സുഖമായിട്ട് ഈ ഒരു ബെഡ്റൂമിൽ ഇടാൻ സാധിക്കും. നല്ല ഭംഗിയിൽ ബാക്കിൽ ഇന്റീരിയർ ചെയ്തെടുക്കാനും ഈ ഒരു ബെഡ്റൂം സൈസ് ഉണ്ടെങ്കിൽ സാധിക്കും. മാത്രമല്ല ഈ റൂമിൽ വാർഡ്രോബ് സ്പേസ് ഒക്കെ സെപ്പറേറ്റ് ആ ഭാഗത്തേക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഓപ്പൺ സ്പേസ് നടക്കാനൊക്കെ ഈ ഒരു ഭാഗത്ത് ലഭിക്കും. അതിന് നമ്മൾ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ സർക്കുലേഷൻ എന്നാണ് വിളിക്കുക. നല്ല സർക്കുലേഷൻ സ്പേസ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ ലഭിക്കുന്നത്. വാർഡ്രോബ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് മിറർ യൂണിറ്റ്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മിറർ യൂണിറ്റ് ആണ്. ഇവിടെയാണ് വാർഡ്രോബ് സ്പേസ് വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ഫാമിലി ലിവിംഗ് സ്പേസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു നല്ല സൈസുള്ളൊരു ബെഡ്റൂമാണ്. ഏകദേശം ഒരു 5 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും വരുന്ന രീതിയിലാണ് ബെഡ്റൂമിന് സൈസ് നൽകിയിരിക്കുന്നത്. ഫുള്ളായിട്ട് അപ്പോൾസ്റ്ററി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ബെഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കിങ് സൈസ് ബെഡാണ്. 2 സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിൻഡോ നമ്മുടെ കോർട്ട്യാർഡ് സ്പേസിലേക്ക് വിസിബിലിറ്റി കിട്ടുന്നൊരു വിൻഡോ കൂടെയാണ്. ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മാസ്റ്റർ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ മഴ കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടില്ല. വാർഡ്രോബിന് സെപ്പറേറ്റ് സ്പേസ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല സൗകര്യം ബെഡ്റൂമിലുണ്ട്. ഈ ഭാഗത്താണ് വാർഡ്രോബ്. അതോടൊപ്പം തന്നെ മിറർ നൽകിയിരിക്കുന്നത് ഈ വാളിലാണ്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് നൽകിയിട്ടുണ്ട്. നമ്മൾ ഷൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഷൂവിൻ്റെ ലേസ് കെട്ടാനും അല്ലെങ്കിൽ നമുക്ക് ഓർണമെന്റ്സ് എന്തെങ്കിലും വെക്കണമെങ്കിലൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ ആ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഷെൽഫും വാർഡ്രോബും ഒക്കെ ഇവിടെ ഈ ഭാഗത്ത് സെറ്റായിട്ട് നൽകിയിട്ടുണ്ട്. അക്രിലിക്കിലാണ് വാർഡ്രോബിന്റെ മെറ്റീരിയൽ നൽകിയിരിക്കുന്നത്. ടോയ്ലറ്റിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളർ, അതിനോടൊപ്പം ബ്ലാക്ക് എപ്പോക്സി ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് ടോയ്ലറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസ് സ്പൈറൽ ഷേപ്പിലാണ് നൽകിയിരിക്കുന്നത്. കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ കേസ് ആണ്. അതിൽ സ്റ്റെപ്പുകളും ഇതേപോലെയുള്ള ഹാൻഡ് റെയിലുകളെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ടീക്ക് വുഡാണ് അതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ആണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പ് സ്റ്റെയറിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ്ങിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്ന ആ ഒരു ലൈറ്റിൻ്റെ ഭംഗി നോക്കി നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ലൈറ്റ് നൽകിയിരിക്കുന്നു. നേരെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കോർട്ട്യാർഡ് സ്പേസിലേക്കുള്ള വിസിബിലിറ്റി ഇവിടുന്ന് നമുക്ക് അവൈലബിൾ ആണ്. കോർട്ട്യാർഡിൻ്റെ ഒരു ടോപ്പ് ഏരിയൽ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുക. ലിവിങ് സ്പേസിലേക്ക് 2 വിസിബിലിറ്റി ഉണ്ട്. ആ ഭാഗത്തു നിന്നും ഈ ഭാഗത്തു നിന്നും നമുക്ക് ലിവിംഗ് സ്പേസിലേക്കുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. കുട്ടികളുടെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് മുകൾ ഭാഗത്താണ്. മുകളിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. 3 മക്കളാണ് ഈ വീട്ടിലുള്ളത്. ചെറിയ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ ഫുള്ളായിട്ടും ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തെ ഈ ഒരു ബെഡ്റൂമിൽ ഹെഡ് ബോർഡ് ഇതേപോലെ നൽകിയിരിക്കുന്നു. അതിൽ അപ്പോൾസ്റ്ററി വർക്ക് നൽകിയിട്ടുണ്ട്. 2 ഭാഗത്തും സൈഡ് ടേബിൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള എർത്തി ടോൺസ്, ഗ്രീനും വുഡും വരുന്ന ആ ഒരു കളർ കോമ്പിനേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതാണ് വാർഡ്രോബ്. 3 ഡോറ് വരുന്ന വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടി വുഡിൽ PU പെയിന്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പാർട്ടീഷൻ നൽകിയിട്ട് ബാത്റൂമിൻ്റെ ഡോറ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. സോ വീട് പൂർണ്ണമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടെ നമുക്ക് ആർക്കിടെക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ എൻജിനീയേഴ്സുമായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ്? നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് ലെവലിലുള്ള മെറ്റീരിയൽസ് ആണ് എന്നൊരു ഐഡിയ തരാം. ഷുവർ. ഞങ്ങൾ മെറ്റീരിയൽസിൻ്റെ മുകളിൽ യാതൊരു രീതിയിലുള്ള കോംപ്രമൈസും ഇല്ല. അത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുക. ചില സമയങ്ങളിൽ നമ്മൾ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ഡിസൈൻസിൻ്റെ മുകളിൽ നമ്മൾ അതിനെ മിനിമലൈസ് ചെയ്യും. അതുപോലെ പ്രീമിയം ലെവലിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതായത് ഈ പുറത്ത് കാണുന്ന ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷേ കോർ മെറ്റീരിയൽ അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അങ്ങനെയാണ് വരുന്നത്. അതെ. ഈ ചില ആളുകൾക്ക് നാട്ടിൽ നിന്ന് പണിയിപ്പിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ പണി വന്ന് നോക്കാനോ ഒന്നും സൗകര്യം ഉണ്ടാവില്ല. ഗൾഫിലായിരിക്കും, NRI ആയിരിക്കും, പ്രവാസികളായിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് അവർക്ക് കൊടുക്കുക? ആ ഒരു ഐഡിയ തരും. ഷുവർ. നമ്മളതിൽ ഡെയിലി നടക്കുന്ന വർക്കിൻ്റെ ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കും. അതുകൂടാതെ സൈറ്റിലൊക്കെ ക്യാമറാസ് ഉണ്ട്, CCTV ക്യാമറ. അതിൻ്റെ ലൈവ്
സ്ട്രീമിംഗ് അവർക്ക് അവിടെ ഇരുന്നിട്ട്, അതായത് ഗൾഫിൽ ഇരിക്കുന്ന ഒരാൾക്ക് നാട്ടിൽ സൈറ്റിൽ നടക്കുന്ന പണി ക്യാമറയിൽ കൂടിയിട്ട് കാണാനുള്ള ഒരു ഓപ്ഷൻസ് നമ്മൾ ചെയ്യും. നിങ്ങളുടെ സൈറ്റിലൊക്കെ ഉണ്ടാവില്ല, എല്ലാ സൈറ്റ്സിലും ഉണ്ട്. അപ്പം അതായത് ക്ലയൻസിനനുസരിച്ചിട്ട് അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് KCR ഡെവലപ്പേഴ്സിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിനോടൊപ്പം കൊടുക്കട്ടെ? ഷുവർ. ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണാൻ സാധിക്കും. ഇവരുടെ ഓഫീസ് ലൊക്കേഷനും ഇവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. സോ ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ മറ്റു വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ